സാഹചര്യം അനുകൂലമാണെങ്കിൽ ഭരണം പിടിക്കുമെന്ന് പാലാ നഗരസഭ പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ. നിലവിൽ ഭരണസ്തംഭനം മൂലമാണ് അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തത് എന്ന് ബിജു പാലുപ്പടവൻ പറഞ്ഞു. പാലാ നഗരസഭ ചെയർപേഴ്സണെതിരെ ഒരു അവിശ്വാസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പാസ്സാകുന്നുണ്ടോ? അവിശ്വാസം 100% പാസ്സാകുമല്ലോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അല്ലല്ലോ ആദ്യം ഞങ്ങൾ നിയമപരമായിട്ട് അവിശ്വാസം കൊടുക്കാൻ ഞങ്ങൾ 9 പേര് ഞങ്ങൾക്ക് ഉള്ളായിരുന്നുകൊണ്ട് ഞങ്ങളുടെ 12 പേര് കൂടി അവിശ്വാസം കൊടുത്തു. പക്ഷെ അതിനുമുമ്പ് ആദ്യത്തെ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടെ ഭരണശീലപ്പെട്ട 6 കോൺഗ്രസ്സുകാർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് 6 പേര് വെച്ച് അവിശ്വാസം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പാലായിൽ മൊത്തം ഒരു അനിശ്ചിതാവസ്ഥ ഭരണസ്തംഭനം ഉണ്ടായ സ്ഥിതിക്ക് പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങളോട് ചർച്ച വന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വന്നുകൊണ്ടാണ് ഞങ്ങൾ അതിന് മുൻകൈയെടുത്ത് അവിശ്വാസം കൊടുത്തത്. ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്? ഒരിക്കലുമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഭരണം തിരിച്ചു പിടിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് തുടക്കത്തിൽ അറിയാമല്ലോ. കാരണം ഈ ഭരണസമിതി അധികാരത്തിൽ ഏറ്റപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഞങ്ങളായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഈ കുടുംബ മുന്നണിയുമായിട്ട് ചേർന്ന് വേണമെങ്കിൽ ഒരു ഭരണത്തിലേക്ക് പോകാമായിരുന്നു. ഞങ്ങൾ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് തന്നെ എടുത്ത തീരുമാനം ഞങ്ങൾ ഒരു കാരണവശാലും ഇവരുമായിട്ട് യോജിച്ച് ഭരണത്തില്ലെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. കാരണം ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഈ സാഹചര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ആ സാഹചര്യം നിലനിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ആ സ്വന്തം മുന്നണിയുടെ ഒരു തരത്തിലുള്ള സഹകരണം മേടിച്ചുകൊണ്ട് ഒരു ഭരണത്തേക്ക് വരാനുള്ള ഒരു സാധ്യത ഞങ്ങൾ കാണുന്നു. ഇപ്പോൾ UDF കൗൺസിലർമാർ ദിയ ബിനുവിന് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് ഭരണം വരും. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവർ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞല്ലോ, അങ്ങനെ അവരെ അനുകൂലമായിട്ട് UDF ഞങ്ങളോടൊക്കെ അനുകൂലമായിട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഒന്ന് സ്വാഭാവികമായിട്ടും അന്നേരത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്താണെന്ന് നമുക്കിപ്പം അത് ചോദിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അത് കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം നമുക്ക് അതിനെ പറയാൻ പറ്റും. ചെയർമാൻ കേരള കോൺഗ്രസ് ചെയർമാൻ UDF നേതാക്കളുമായി വല്ല ചർച്ചകൾ നടത്തുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? ഒരിക്കലും ഒരു ചർച്ച നടത്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും LDF അടിയുറച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ നേതൃത്വം ആ രീതിയിലാണ് നിലനിൽക്കുന്നത്. പാലായിലെ സംഭവത്തെ നമുക്ക് പ്രത്യേകിച്ചും പാല അനാഥമായിരുന്നു. പാലായിൽ ഒരു ഭരണസ്തംഭനം വരുമ്പോൾ അതിന് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ കാലമെല്ലാം പ്രവർത്തിച്ചത്. ഞങ്ങളെ ഈ ചെറുപ്പക്കാരിയായ ഈ ചെയർപേഴ്സണെതിരെ ഞങ്ങളെ ഭരണത്തെ തടസ്സപ്പെടുന്ന ഒരു നടപടികളും ചെയ്തിട്ടില്ല. തുടർന്ന് പാലായിൽ ഒരു ഭരണസ്തംഭനം ഉണ്ടായപ്പോൾ ഒരു ക്രിയാത്മക പ്രതീക്ഷ എന്ന നിലയിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അവിശ്വാസത്തിലേക്ക് പോകാൻ കാരണം. ഇത്തവണത്തെ LDF കൗൺസിലർ പറഞ്ഞത് അവരുടെ വാർഡിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും ഫണ്ട് അനുവദിക്കുകയോ മുൻകൈ എടുക്കുകയോ ചെയ്യുന്നില്ല ചെയർപേഴ്സൺ എന്ന് പറയുന്നു. അതിനെപ്പറ്റി എന്താണ്? അത് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് തുടക്കത്തിൽ മുന്നിൽ ഒരുപാട് പ്രതികാര രീതിയിലുള്ള